വിജയ് സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. 10 സീറ്റിൻ്റെ കുറവുണ്ട്. ശരിക്കും ഭൂരിപക്ഷമില്ലാത്ത ഒറ്റ കക്ഷി, ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാണ്. പക്ഷേ വിജയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് അവിടെ. മാജിക് ഫിഗർ എന്ന് പറയുന്നത്, അതായത് ഗവൺമെൻറ് രൂപീകരിക്കാൻ വേണ്ട നമ്പർ ഓഫ് MLAs അത് 117ആണ്. 234 അംഗങ്ങളാണ് തമിഴ്നാട് നിയമസഭയിലുള്ളത്. അതിൽ 117 118 MLA തീർച്ചയായിട്ടും ഗവൺമെൻറ് രൂപീകരിക്കാം. അപ്പോൾ വിജയുടെ പാർട്ടിക്ക് സ്വന്തമായിട്ട് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ കൂടി ഈർക്കിൽ പാർട്ടികളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ ഇറ്റാലിയൻ നാഷണൽ കോൺഗ്രസ്, അതും പിന്നെ പാട്ടാളി മക്കൾ കക്ഷി, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, അതുപോലെ തന്നെ വിടുതലൈ ചിരുതായികൾ കക്ഷി എന്ന് പറഞ്ഞിട്ട് ദളിതന്മാരുടെ കക്ഷിയുണ്ട്. തിരുമാവളവൻ എന്ന് പറഞ്ഞ് ഒരു തൻ്റെ പാർട്ടിയുണ്ട്. ദെൻ DMDK, വിജയകാന്ത് എന്ന് പറഞ്ഞ് സിനിമാ നടൻ ഉണ്ടായിരുന്നല്ലോ, വിജയകാന്തിന്റെ പാർട്ടി, അവർക്കും ഒരു MLA ഉണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 10 MLA-മാരായി. 180 118 അത് കൂടുതലായി. എന്താണ്ട് 5 4 9 9 2 11 2 13 2 15 2 17 19 128 127 സുഖമായിട്ട് ഗവൺമെന്റ് ഫോം ചെയ്യാം. എന്താ പ്രശ്നം അവർക്ക്? അത് അതിനെപ്പറ്റി ചർച്ച നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹം ജോസഫ് വിജയനെ വിളിച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കോൺഗ്രസും അവരുമായിട്ട് നല്ല ബന്ധമായിരുന്നു പണ്ട് തൊട്ടേ, കാരണം ഒരു കത്തോലിക്ക ബന്ധം. ദെൻ MA ബേബി തത്വത്തിൽ അംഗീകാരം കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ക്രൈസ്തവ സഭ വഴി ഇയാൾ ലത്തീൻ കത്തോലിക്കനാണ് ബേബി. അപ്പോൾ ഒരു കത്തോലിക്കന് അവിടെ മുഖ്യമന്ത്രിയാവാൻ ഒരു അവസരം വന്നിരിക്കുകയാണ് തമിഴ്നാട്ടിൽ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ബേബി തയ്യാറാവും. പിന്നെ ഉള്ളത് രാജയാണ്, CPI. അയാളിപ്പോൾ ഇല്ലെങ്കിൽ 2 CPI MLA-മാർ ഇയാൾക്ക് സപ്പോർട്ട് കൊടുക്കും. ജോസഫ് വിജയ്ക്ക് സപ്പോർട്ട് കൊടുക്കും. അങ്ങനെ അവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും മന്ത്രി പദമൊക്കെ കൊടുത്താൽ മതിയല്ലോ. എന്തെങ്കിലും ഹരിജന മർദ്ദന വകുപ്പ്, അതല്ലെങ്കിൽ ക്ഷേത്രം കൊള്ളയടിക്കുന്ന വകുപ്പ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഫോം ചെയ്യും. ഒരു പെട്ടെന്ന് സമയമെടുക്കില്ല, 2-3 ദിവസം ചർച്ച ചെയ്യാനൊക്കെ ആയിട്ട് അവർക്ക് എടുക്കും, ഏതൊക്കെ വകുപ്പാണ് വേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട്. പക്ഷേ ഒരു സംശയം തീർന്നു, സർക്കാർ രൂപീകരിക്കും വിജയ്. ആ സർക്കാർ, രണ്ടാമത്തെ സംശയം, ആ സർക്കാർ എത്ര കാലം ഉണ്ടാകും? വിജയ്ക്ക് ഈ ഒരു സർക്കാർ രൂപീകരിച്ച് തമിഴ്നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രാപ്തി ഉണ്ടോ? അതിപ്പോൾ നോക്കുകയാണെങ്കിൽ സർക്കാർ രൂപീകരിച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ ഓൺ ആൻ ഓട്ടോ പൈലറ്റ് മോഡ്. വിമാനമൊക്കെ പറന്ന് പൊങ്ങി കഴിയാനായിട്ടുള്ള, ടേക്ക് ഓഫ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെത്താൻ പറഞ്ഞോളും. പിന്നെ താഴ്ത്തിറക്കാൻ വേണ്ടി മാത്രമേ പൈലറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതേപോലെ ഇത് ഓട്ടോ പൈലറ്റിൽ ഓടിക്കോളൂ. ആരാ പ്രശ്നം ഉണ്ടാക്കണേ? ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കി തമിഴ്നാട്ടിലെ സംഗതി തല്ലിക്കൊന്നാൽ മതിയല്ലോ. ഏതെങ്കിലും MLA പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും 5 കോൺഗ്രസ്സുകാർ പോവില്ല, എവിടെയും പോവില്ല, വിജയുടെ കൂടെ നിൽക്കും. കാരണം അവർക്ക് മന്ത്രിപദം കിട്ടിക്കഴിഞ്ഞാൽ ദേ വിൽ ബി ടു ഹാപ്പി, വലിയ സന്തോഷമാകും. ബാക്കിയുള്ളതൊക്കെ 1 2 ഓരോന്ന് MLA-മാരല്ലേ, പറഞ്ഞു കേട്ടില്ലെങ്കിൽ തല്ലിക്കൊല്ലും, അത്ര തന്നെ. അതിനു വേണ്ടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് വിജയുടെ. അയാൾക്ക് നല്ല ഗുണ്ടകളൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. തമിഴ് പുലികളൊക്കെ ഉണ്ട് അയാളുടെ കൂടെ. LTTയുടെ വലിയ സപ്പോർട്ടേഴ്സ് ആണല്ലോ. അപ്പോൾ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അവരിത് കൈകാര്യം ചെയ്തോളൂ അവർ. പക്ഷേ ഈ വിജയ്ക്ക് ഇപ്പോൾ MGR ഒക്കെ ആണെങ്കിലും സാർ നേരത്തെ പറഞ്ഞ പോലെ MGR നല്ലപോലെ പ്രസംഗിക്കാൻ കഴിവുള്ള ആളായിരുന്നു. അങ്ങനെ പ്രസംഗകനല്ല വിജയ്. വിജയ് അപ്പോൾ ജനങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയുമോ? ഈ സിനിമ സ്റ്റാർഡം വെച്ച് ഭരിക്കാൻ പറ്റുമോ? അത് ഇപ്പം എങ്ങനെയാണ് ഇപ്പം മുഖ്യമന്ത്രി? ഞാൻ വിചാരിച്ചില്ല അയാൾക്ക് ഇത്രയും വലിയൊരു ഒരു ഓളം ഉണ്ടാക്കാനായിട്ട് കഴിയുക. അയാൾ ഉണ്ടാക്കില്ലേ. വീട്ടിലെ കൊച്ചു പിള്ളേരുടെയൊക്കെ അവർക്കൊക്കെ ഇഷ്ടമുള്ള സിനിമയാണല്ലോ ഇയാൾ ഉണ്ടാക്കണേ. ഇവിടുത്തെ ഒരു തമിഴ് വേർഷൻ ഓഫ് ജാക്കി ചാൻ ആണ് അത്. പിള്ളേർക്ക് അത് കാണുമ്പോൾ വലിയ സന്തോഷമാവും. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളിൽ കൂടി ഇയാൾ കുട്ടികളുടെ മനസ്സും യുവതികളുടെ മനസ്സും യുവാക്കളുടെയൊക്കെ മനസ്സ് കവർന്നു. അപ്പോൾ അവർ വൃദ്ധകൾക്ക് വരെ വലിയ ഇഷ്ടമാണ് ഇയാൾ. അപ്പോൾ അവരൊക്കെ അയാൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. എക്സെപ്റ്റ് കൊച്ചു കുട്ടികൾ പറയും വീട്ടിൽ അപ്പൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും വിട്ട് പറയണം വിജയിന് വോട്ട് ചെയ്യണം കേട്ടോ, തളപതിക്ക് വോട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ അവർ വോട്ട് ചെയ്ത് ഈ പരിവാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ തികച്ചും നല്ല ഉത്തരവാദിത്വം ഉള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയായിട്ടായിരുന്നു അയാളുടെ സഖ്യമെങ്കിൽ കുറെ കൂടി സ്റ്റെബിലൈസ് ചെയ്ത് കുറെ കൂടി ഉറപ്പായിട്ട് സേഫായിട്ട് പോകാമായിരുന്നു.
ഇപ്പൊ ADMK ആണ് ഇയാൾക്ക് സഖ്യം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാർട്ടി. അവർക്ക് 45 സീറ്റോ എന്താണ്ട് ഉണ്ട് ADMKക്ക്. പക്ഷേ അതിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് എന്ത് പദവി കൊടുക്കും ഇയാള്? പ്രധാനപ്പെട്ട വകുപ്പൊന്നും കൊടുക്കൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ഇയാളുടെ കൂടെ കൂടാൻ സാധ്യത കുറവാണ്. പിന്നെ ഞാൻ ഇന്നിപ്പോൾ എൻ്റെ ഒരു പഴയ സുഹൃത്തുമായിട്ട് സംസാരിച്ചു, രാഷ്ട്രീയ നിരീക്ഷകനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വിജയ് രാഷ്ട്രീയ പാർട്ടി, അയാൾ TVK എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിന് തൊട്ട് മുമ്പ് നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെ ആയിട്ട് ചർച്ച നടത്തിയിരുന്നു എന്നാണ് പറയണം. അപ്പോൾ ചിലപ്പോൾ അവർ പറയണ കേൾക്കുകയായിരിക്കും. ഈ BJP ആയിട്ട് അയാൾക്ക് സഖ്യം ഉണ്ടാക്കാൻ പറ്റാത്തേ ഉള്ളൂ, AIADMK ആയിട്ട് സഖ്യം ഉണ്ടാക്കാൻ പറ്റുമല്ലോ അയാൾക്ക് വേണമെങ്കിൽ. അങ്ങനെയാവാം. പക്ഷെ ദ്രാവിഡ പൊളിറ്റിക്സിന് എതിരാണെന്നാണ് സ്വയം പ്രഖ്യാപിച്ചിരുന്നത്. അത് എന്ത് ഈ ദ്രാവിഡ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്? വംശീയ രാഷ്ട്രീയമായിരിക്കും. ഒന്നുമല്ല, അഴിമതി, കാശുണ്ടാക്കാനായിട്ട്. ദ്രാവിഡിയൻ മോഡൽ ഓഫ് DMK പറയണേ എന്താ? വി ബിലീവ് ഇൻ എ കാസ്റ്റ്ലെസ് സൊസൈറ്റി. ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, മറ്റേ ഒന്നുമില്ലാത്ത ഇതിനകത്താണ് ഞങ്ങൾ വിശ്വസിക്കണേ എന്നാണ് അവർ പറയണത്. ഇത്രയും വർഷത്തെ ദ്രാവിഡ ഭരണം 1967 ശേഷം ഇന്നേ വരെ, ഈ നിമിഷം വരെ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന DMK ആണ്. അത് ദ്രാവിഡ പാർട്ടികളാണ്, AIADMK അല്ലെങ്കിൽ DMK. ഇന്ന് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർണ്ണ വിവേചനവും ജാതി വിവേചനമുള്ള ഒരു സംസ്ഥാനം തമിഴ്നാടാണ്. ഈ എനിക്ക് തോന്നുന്നു ദക്ഷിണേന്ത്യയിൽ ഈ മറ്റേ താണജാതിക്കാരൻ്റെ കൂടെ ഓടിപ്പോയി കല്യാണം കഴിക്കണ പെണ്ണുങ്ങളെ തല്ലിക്കൊല്ലുകയും, അതല്ലെങ്കിൽ താണജാതിക്കാരൻ ഏതെങ്കിലും ഉന്നത ജാതിയിൽപ്പെട്ട പെണ്ണിനെ പ്രേമിച്ചു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന ഒരേ ഒരു സംസ്ഥാനം തമിഴ്നാടാണ്. കേരളത്തിൽ വളരെ അപൂർവമായിട്ട് അങ്ങനെയുള്ള സംഭവം വളരെ കുറവാണ്. പക്ഷേ ഇനി അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത്, വിജയ് ഭരണം ഈ പറയുന്ന ഓട്ടോ പൈലറ്റിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടിയും ജനങ്ങൾക്ക് എന്ത് കൊടുക്കും? ഇത്രയും നാൾ ഫ്രീ കൊടുക്കുന്ന സർക്കാരുകളായിരുന്നു ADMK DMK ഒക്കെ നയിച്ചുകൊണ്ടിരുന്നത്. വിജയ് കൊടുക്കാൻ പോകുന്ന ഫ്രീ എന്താണ്? അതിപ്പോ വലിയൊരു ചോദ്യമാണ് പ്രിയൻ. അവർക്ക് പോയി കൊടുക്കാൻ പറ്റാവുന്നത് ഇപ്പൊ അയാൾക്ക് സിനിമ ടിക്കറ്റ് വേണമെങ്കിൽ കയറി കൊടുക്കാം, വേറെ അല്ലാണ്ട് വേറെ ഒന്നും കൊടുക്കാനില്ല. അയാൾ കൊടുക്കുകയില്ല. അയാൾ തന്നെ പൈസ നാട്ടുകാരെ പറ്റിച്ചും ഈ ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കി. ഇപ്പൊ ഏറ്റവും അവസാനം ഇലക്ഷന് തൊട്ട് മുമ്പ് അയാളുടെ പേരിൽ ഇൻകം ടാക്സ് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. 100 കോടി രൂപ ഇൻകം ടാക്സ് കൊടുക്കാനുണ്ടെന്ന്. പിന്നെ ഇയാൾ കാറുകൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് വിദേശത്തു നിന്ന്, റോൾസ് റോയ്സ് കാറുകളൊക്കെ. തമിഴ്നാട്ടിൽ ഈ മദ്രാസിൽ സിനിമാകാരങ്ങളുടെ ഇടയിൽ വലിയ ക്രേസാണ് റോൾസ് റോയ്സ് കാറേ. അപ്പോൾ അത് ഇറക്കുമതി ചെയ്തപ്പോൾ അതിനെന്തോ വിലയിലൊക്കെ ടാമ്പർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അയാൾ ഇറക്കിയത്. കോടതി അയാളെ നിശിതമായിട്ട് വിമർശിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അയാൾ ജനങ്ങൾക്കൊന്നും കൊടുക്കില്ല. ഈ പറഞ്ഞ പോലെ കുറച്ചാൾ വിജയ് എന്ന് പറഞ്ഞ ഒരു ക്രേസ് കുറച്ചാൾ കാണാം നമുക്ക്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവാൻ സാധ്യത, DMKയിൽ ഒരു സ്പ്ലിറ്റ് വരാൻ സാധ്യതയുണ്ട്. ഈ കുടുംബ ഭരണേ, മറ്റേ കെട്ടിളമ്മയും മക്കളും ഭരിക്കണ പോലെ DMKയിൽ അച്ഛൻ മന്ത്രി, മകൻ ഉപമുഖ്യമന്ത്രി, പിന്നെ അച്ഛൻ്റെ മറ്റേ കസിൻ സിസ്റ്റർ കനിമൊഴി ലോക്സഭാ മെമ്പർ, പിന്നെ അച്ഛൻ്റെ അമ്മാവൻ്റെ മോൻ ദയാനിധി മാരൻ, അവൻ ലോക്സഭാ മെമ്പർ. ഇത് തന്നെയാണ്. പിന്നെ തമിഴ്നാട്ടിൽ മന്ത്രിസഭയിലുള്ള ഒരുത്തൻ ഉണ്ട്, അവൻ്റെ TR ബാലുവിൻ്റെ മകനാണ് അയാൾ. MP മാരായിട്ട് ഇരിക്കണതിൽ നല്ലൊരു ശതമാനം DMK നേതാക്കന്മാരുടെ മക്കളോ മരുമക്കളോ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ട് ആൾക്കാർക്ക് മടുത്ത് വരികയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാലത്ത് എവിടെയെങ്കിലും വെച്ച് തീരണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമായിരിക്കാം വേണമെങ്കിൽ. അങ്ങനെ DMK BJPക്ക് ഒരു ചെറിയ പറ്റുപറ്റി. അവർ അണ്ണാമലയെ മാറ്റി നയനാർ നാഗേന്ദ്രൻ എന്ന് പറഞ്ഞ പഴയ ADMK-കാരനെ പിടിച്ച് പാർട്ടി പ്രസിഡന്റാക്കി. അയാൾ ഉൾപ്പെടെ മത്സരിച്ച് എല്ലാവരും തോറ്റ്. DMKയുടെ ഒരു BJP-കാരൻ ജയിച്ചു, ഭോജരാജ് എന്നൊക്കെ പറഞ്ഞ 450 വോട്ടിനൊക്കെ ജയിച്ച പാവം, ഇവിടെ നമ്മുടെ നീലഗിരിയിൽ നിന്ന്. ബാക്കി എല്ലാവരും തോറ്റ് പണ്ടാറടങ്ങി. ഇനിയിപ്പോൾ അണ്ണാമലയെ തിരിച്ചു കൊണ്ടുവരേണ്ടി വരും ആ പാർട്ടി റിവൈവ് ചെയ്യാനായിട്ട്. 25 സീറ്റിലേറ്റ് മത്സരിച്ചിട്ട് ഒരാവശ്യമില്ലാതെ ഗവർണർ ഉണ്ട്, തമിഴിസൈ സൗന്ദരരാജൻ, മുൻ ഗവർണർ, അവരും പോയി നിന്ന് തോറ്റു. ഈ അധികാരം കിട്ടാനായിട്ട് ആൾക്കാർ എന്തൊക്കെ വേഷം കിട്ടണം അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണത്. ഗവൺമെൻറ് ഫോം ചെയ്യും എന്നാണ്. അതിപ്പോൾ DMK ആയിട്ട് അയാൾ സഖ്യം ഉണ്ടാക്കില്ലായിരിക്കാം. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. DMKയും വിജയും തമ്മിൽ രഹസ്യധാരണ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം DMK വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി വിജയനിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാലിൻ കാശ് കൊടുത്ത് നിർത്തിയേക്കണാണോ വിജയ് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പാടില്ല. അങ്ങനെയായാലും
ഒരു സംസാരം തമിഴ്നാട്ടിലുണ്ട്. ഇയാൾ സ്റ്റാലിൻ പറഞ്ഞിട്ട് നിൽക്കണയാണെന്ന്. പണ്ട് ജയലളിത വിജയകാന്ത് പിന്നെ തിരുമാവളവൻ വൈക്കോ ഉൾക്കൊള്ളുന്ന ഒരു 3-ാം മുന്നണിയെ ഇലക്ഷൻ നിർത്തി. അവരിത് വിജയകാന്തിന് കെട്ടിവെച്ച പൈസ പോയി. പിന്നെ അത് കഴിഞ്ഞ് ആ ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ വിജയകാന്ത് എഴുന്നേറ്റിട്ടല്ല കിടക്കുന്നത്, കിടന്ന കിടപ്പിൽ ചത്തും പോയി. എന്നിട്ട് ഇപ്പം പ്രിയനാൻ്റെ അടുത്ത് പറഞ്ഞു എന്താ അയാൾ 2 തവണ ബോധം കിട്ടി വീഴുമെന്നാണ് സൂക്കേടാ, എന്തൊക്കെയോ സൂക്കേടുണ്ട്, പുറത്ത് പറയാൻ കൊള്ളാത്ത സൂക്കേടാന്ന് തോന്നുന്നു. ഇപ്പം മരിച്ച സുഖം മറീന ബീച്ചിൽ കൊണ്ട് കുഴിച്ചിടാൻ പറ്റും ഔദ്യോഗിക ബഹുമതികളോടുകൂടി. ആകാശത്തോട്ട് 2 വെടിയും വെച്ച് കൊണ്ടുവന്ന് കടത്താൻ പറ്റും. ഈ മറ്റേ പുതിയ മുഖ്യമന്ത്രി ചാർജ് എടുത്താൽ കിട്ടൂല. അപ്പം DMK-ക്ക് ഒന്നും ഇല്ലല്ലോ, അധികാരമൊന്നും ഇല്ലല്ലോ DMK-ക്ക്. അപ്പം പിന്നെ അത് നടക്കൂല. പക്ഷെ ഇയാൾ ഫോം ചെയ്യും, ഗവൺമെന്റ് ഫോം ചെയ്യും ഒരാഴ്ചക്കുള്ളിൽ. ഈ പറഞ്ഞ പോലെ അവിടെ പിന്നെ ഈ മുസ്ലിം ലീഗ് ഇല്ല, ഇന്നാൾ മുഖ്യമന്ത്രി ആവണം നന്നായിരിക്കും എന്ന് പറയാനായിട്ട് മുസ്ലിം ലീഗിന് അത്ര സ്വാധീനമില്ല. 2 MLA-മാരേ ഉള്ളൂ. എന്തായാലും പുതിയ ദളപതി സഖ്യം എന്തെങ്കിലും മാജിക് തമിഴ്നാട്ടിൽ കാണിക്കുമെന്ന് അറിയാനും. അത് ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ കൂടെ ഇപ്പം നിൽക്കുന്ന കുറെ ആൾക്കാർ ഇനി പോരും, ഇവരുടെ കൂടെ പോരും. കാരണം കോൺഗ്രസിനെ ആറ്റും തുപ്പും കൊടുത്ത് കോൺഗ്രസിന് തന്നെ നാണായി അവിടെ നിൽക്കാനായിട്ട്. DMK-യുടെ കൂടെ പിന്നെ ഒരു കഴിഞ്ഞ ദിവസം എന്താ ഒരു മാണിക്കം താക്കൂർ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, തമിഴനാണ്, മാണിക്കം താക്കൂർ. അപ്പോൾ അയാൾ പറയണ്ടായിരുന്നു വിജയാണ് അടുത്ത ഞങ്ങളുടെ തളപതി, ഞങ്ങളൊക്കെ വിജയുടെ കൂടെ കൂടാൻ പോവാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം മിക്കവാറും അയാൾക്ക് ഡൽഹിയിൽ നിന്ന് ഗ്രീൻ സിഗ്നൽ കിട്ടാണ്ട് അയാൾ പറയൂലല്ലോ. അങ്ങനെ പ്രശ്നമില്ല, അവർ ഗവൺമെന്റ് ഫോം ചെയ്യും, വളരെ എളുപ്പമായിരിക്കും. പിന്നെ അവിടെ 3 പേരൊന്നും ഇല്ല അടികൂടാനായിട്ട്. കാരണം വേണുഗോപാലും സതീശനെ രമേശിനും ഇല്ലല്ലോ അവിടെ. അവിടെ ഇപ്പൊ തൽക്കാലം തളപതിയുണ്ട്, അയാൾ മുഖ്യമന്ത്രിയാവും.